കേരളത്തിന്റെ തലസ്ഥാന നഗരി ഇന്ന് വികാരനിർഭരമായ ഒരു രാഷ്ട്രീയ നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി ബി പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരത്തിലെത്തുകയുണ്ടായി. വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വമ്പിച്ച റോഡ് ഷോയും ഉൾപ്പെടുന്ന ഈ സന്ദർശനം സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഔദ്യോഗിക പരിപാടിയല്ല, മറിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള വേദി കൂടിയാണ്. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ മേയർ വി രാജേഷിന്റെ പേര് ഇല്ലാതിരുന്നത് തുടക്കത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഗവർണർ, മുഖ്യമന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 22 പേരാണ് പട്ടികയിലുള്ളത്. എന്നാൽ ബി സ്വന്തം മേയർ വിമാനത്താവളത്തിൽ പോകാത്തതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളും രാഷ്ട്രീയ പാഠങ്ങളും ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. സാധാരണയായി ഒരു നഗരത്തിന്റെ പ്രഥമ പൗരൻ എന്ന നിലയിൽ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ വിമാനത്താവളത്തിൽ പോയി കൈകൊടുത്ത് മടങ്ങുന്നതിനേക്കാൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പ്രധാന പൊതുപരിപാടികളുടെ വേദികളിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനാണ് മേയർ മുൻഗണന നൽകുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ തീരുമാനം എന്ന മേയറുടെ ഓഫീസ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ള ചില തന്ത്രപരമായ മുൻകരുതലുകൾ കൂടിയുണ്ട്.